വോട്ട് നില 80% കടന്ന മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും 44 മണ്ഡലങ്ങളിലാണ് സംസ്ഥാനത്താകെ വോട്ട് നില 80% കടന്നത്. 81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനമാണിത്. ശക്തമായ ത്രികോണ മത്സരം നടന്നതാണ് മഞ്ചേശ്വരത്തെ വോട്ട് നില 80% കടക്കുവാൻ ഇടയാക്കിയത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന നേമം, പാലക്കാട് എന്നിവിടങ്ങളിലും വോട്ട് നില 80% മുകളിലുണ്ട്. ഈ മണ്ഡലങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 80% പോളിംഗ് നടന്നത് 44 മണ്ഡലങ്ങളിലാണ്. കോഴിക്കോട് ജില്ലയാണ് ഇതിൽ മുന്നിൽ. ഇവിടെ 10 വോട്ട് നില 80%-ൽ കൂടുതലാണ്. കുന്ദമംഗലത്താണ് കൂടുതൽ വോട്ടിംഗ് ശതമാനം. 84.83% ഇവിടത്തെ വോട്ട് നില. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇടുക്കി, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ ഒരു മണ്ഡലത്തിലും വോട്ട് നില 80%-ലെത്താത്തത് ശ്രദ്ധേയമാണ്. 81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനമാണിത്. സാധാരണയായി വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കേണ്ട പോളിംഗ് നടപടികൾ മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രാത്രി 8:15 വരെ നീണ്ടു. ഒസബെട്ടു, കടപ്പുറം, വൊർക്കാടി, ബക്രവൈലു, കുഞ്ചത്തൂർ, തുമിനാട് ഭാഗങ്ങളിലെ ബൂത്തുകളിൽ വൈകുന്നേരത്തിന് ശേഷവും വോട്ടർമാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 6 മണിക്ക് മുൻപായി വരിയിൽ നിന്ന എല്ലാവർക്കും വോട്ട് ചെയ്യുവാൻ അവസരം നൽകിയതോടെ തുടർച്ചയായി 13.5 മണിക്കൂറോളമാണ് പോളിംഗ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് തിരക്കിനെ കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടന്നത്. 2011-ൽ 75.21% BJP വെറും 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ട 2016-ൽ 76.33%, 2021-ൽ 77.77% പോളിംഗ്. എന്നാൽ ഇത്തവണ അത് 81% മുകളിലെത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഉയർന്ന പോളിംഗ് മണ്ഡലത്തിൽ മാറ്റത്തിന്റെ സൂചനയാണോ അതോ നിലവിലുള്ള പ്രതിനിധിക്കുള്ള ജനപിന്തുണയാണോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. അതിർത്തി മണ്ഡലമായ മഞ്ചേശ്വരത്തെ ഈ റെക്കോർഡ് പോളിംഗ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം ആരെ തുണയ്ക്കുമെന്നറിയുവാൻ ഫലപ്രഖ്യാപന ദിനം വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.